വർഷങ്ങൾക്ക് മുമ്പുള്ള ഗാലക്സിയുടെ ചിത്രം അത്രയും വർഷം പിന്നോട്ട് സഞ്ചരിച്ച് പകർത്തിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? എങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തോട്ട് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നു. എന്നിട്ട് അന്നത്തെ ചിത്രങ്ങളും എടുക്കാം. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം അദ്ദേഹത്തെ കാണണമെന്ന്. ഇന്ന് കാണാലോ. അതെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. ദാ അവിടെ ആ കുഴിയൻ നിൽക്കുന്നു. ഇന്നെന്താ മോളെ സ്കൂളിൽ പാട്ടൊക്കെ? ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഫിലിം സ്റ്റാർ വരിക. ഇയാൾ എന്താ കുളിച്ചിട്ട് നിൽക്കുന്നേ അവിടെ? ഇയാൾ വീണ്ടും വന്ന എന്റെ പൊന്നു ചേട്ടാ, സ്കൂൾ പരിസരത്ത് കുടിച്ചോണ്ട് കറങ്ങലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടും കേട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയാളെന്താ നമ്മളെ ചോദിച്ചേ? ഇവിടെ ആരാ വരുന്നേന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരുമിച്ച് വിളിച്ച അന്നവൻ നല്ല അഭിനേതാവായിരുന്നു. സ്കൂളിലെ നാടകത്തിലൊക്കെ മികച്ച നടനായിരുന്നു. അയാളുടെ ജീവിതത്തിൽ എന്താ സാറേ സംഭവിച്ചേ? അത് പറയണമെങ്കിൽ കുറച്ചു കാലം പിന്നോട്ട് പോകണം. ഞങ്ങളുടെ സ്കൂൾ കാലം. ഞങ്ങൾ 4 പേരായിരുന്നു കൂട്ട്. ഞാനും അവനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇടയ്ക്ക് അവൻ്റെ ജീവിതം ലഹരി കൊണ്ടുപോയി. അവൻ്റെ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരുടെ. ഒരാൾ മയക്കുമരുന്ന് കേസിൽ അകത്തും മറ്റൊരാൾ കരലോകം വന്ന കിടപ്പിലുമാണ്. ഞാൻ അറിയാതെയാണ് അവൻ ലഹരിയുടെ ലോകത്തിലേക്ക് പോയത്. പിന്നീട് അവൻ്റെ മുഖത്ത് ഒരു ഭാവവും വരാതെയായി. പതിയെ അവൻ്റെ ജീവിതം നശിക്കാൻ തുടങ്ങി. അന്ന് ആ നോട്ടീസ് വന്ന ദിവസമായിരുന്നു അവൻ്റെ പ്രശ്നം ഞാൻ തിരിച്ചറിഞ്ഞത്. എല്ലാവർക്കും ശ്രദ്ധിച്ചിരുന്നാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 1+2+3+4 സമം എല്ലാം കൂടെ കൂട്ടുമ്പോൾ 10. സാറേ, ഒരു നോട്ടീസ് ഉണ്ടേ. ഒരു നോട്ടീസ് ഉണ്ട്. പ്രശസ്ത സംവിധായകൻ ലാൽ സാറിൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ഭാഗം നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ അഭിനയിക്കുകയും സ്പീഡിൽ ഓടുകയും ചെയ്യുന്ന കുട്ടികളെ വേണം. താല്പര്യമുള്ളവർ ദേവിക ടീച്ചറിൻ്റെ കയ്യിൽ പേരുകൾ നൽകണം. അപ്പോൾ ശരി സാറേ. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. ഇവിടെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ അവസരം നിങ്ങൾ മുതലെടുക്കുക. സെലക്ട് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു റോളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വലിയൊരു നടനാകാൻ പറ്റും. ആരാണ് ഒരു വലിയ നടനാവുക എന്ന് നമുക്കറിയില്ല. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അഭിനയിക്കുക എന്നത്? ഇതാണ് മോനെ ആ സമയം. നീ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുവാണ്. ഡാ, എന്താ പറ, എന്താ നിന്റെ വിഷമം? ഡാ പറ, എന്താ ഒരു വിഷമം? എടാ, എനിക്കിപ്പോൾ പഴയ പോലെ ഒന്നും ഓടാൻ പറ്റുന്നില്ലടാ. വീട്ടിലേക്ക് നടക്കുമ്പോൾ തളരുവാടാ. എനിക്കിപ്പം നന്നായിട്ട് ഉറങ്ങാനോ പഠിക്കാനോ ഒന്നിനും പറ്റുന്നില്ലടാ. എനിക്കെന്തോ സംഭവിച്ചു. അതെന്താ ഇപ്പം അങ്ങനെ? നമ്മുടെ സ്കൂളിൽ സ്പോർട്സിനൊക്കെ നീയല്ലേ തിളങ്ങാറുള്ളത്. നീ ഒന്ന് മത്സരിക്ക്, നീ സെലക്ട് ആവും. നീ തന്നെയാ ഭാവിയിലെ സിനിമാ നടൻ. നീ വേണ്ടാത്ത ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. എന്താടാ കാര്യമായിട്ടൊരു ചർച്ച? ഒന്നുമില്ല ടീച്ചറെ. ഡാ, നീ എന്തെങ്കിലും പറ. നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? അതിൻ്റെ ആവാം ഈ പ്രശ്നങ്ങൾ. ഏയ്, ഒന്നുമില്ലടാ. അവൻ എന്നോടന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തിരുത്തിയേനെ. ഇതാണ് മക്കളെ, നിങ്ങളാരും ലഹരിയിൽ ചെന്ന് ചാടരുത് എന്ന് ഞാൻ പറയുന്നത്. അവൻ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് നല്ല നടൻ ആകേണ്ടതായിരുന്നു. നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന നിമിഷം എത്തിപ്പോയി മോനെ. ഇവനെ കിട്ടിയില്ലേ? അതില്ലാതെ എന്താഘോഷം. Cheers.
നാടിനും വീടിനും ഗുണയില്ലാത്ത കുടിയ. നിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോടാ ആർക്കെങ്കിലും? എന്തൊരു ജീവിതാണോ തന്റെ? ഹായ്, ഞാൻ ടൈം ട്രാവൽ വാച്ചാണ്. ഇതിന്റെ ഓണർ ഇപ്പോൾ അയാളുടെ പാസ്റ്റിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും ഞാൻ വഴി സഞ്ചരിക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ട വർഷം പ്ലീസ് സെലക്ട്. എങ്കിൽ എനിക്ക് പിന്നോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ എനിക്ക് പോകേണ്ടത് ആ വർഷത്തേക്കാണ്. ഞാനിപ്പോൾ എവിടെയാണ്? ഇതെന്റെ കുട്ടിക്കാലമല്ലേ? ഇവിടെ നിന്നായിരുന്നു എന്റെ ജീവിതം നശിക്കാൻ തുടങ്ങിയത്. ഈ ദിവസം തുടങ്ങിയ ലഹരിയാണ് പിന്നെ എന്റെ ജീവിതത്തെ അഡിക്ഷനിലോട്ട് കൊണ്ടെത്തിച്ചത്. എങ്ങനെയെങ്കിലും എനിക്കിത് തടയണം. തടഞ്ഞേ പറ്റൂ. എന്നാ പിന്നെ ഒഴിയാളിയാ. എടാ, ഇത് വേണ്ട. ഇതൊരു തുടക്കമായിരിക്കും. പിന്നീട് ഇത് നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ജീവിതം നശിക്കും. ദേ നോക്കൂ, നിന്റെ ഭാവിയാണ് ഞാൻ. എന്റെ അവസ്ഥ നീ കണ്ടില്ലേ? അച്ഛനും അമ്മയും കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവർ നമുക്ക് നൽകിയ സ്നേഹം തിരിച്ചു നൽകണ്ടേ? അവരുടെ കഷ്ടസമയത്ത് നമ്മൾ നരകിച്ച് നടക്കുന്ന ഒരു അവസ്ഥയെ ദേ, നിന്റെ മാത്രമല്ല നിന്റെ കൂട്ടുകാരുടെ ജീവിതം കൂടി നശിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവൻ ലഹരി വിൽപ്പനയ്ക്ക് ജയിലിലും, ഇവൻ കരൾ രോഗം ബാധിച്ച് കിടപ്പിലുമാകും. തുടങ്ങിയവരാരും തന്നെ ജീവിതത്തിലൂടെ തിരിച്ചു വന്നിട്ടില്ല. നമുക്കിത് വേണ്ടടാ, നമുക്ക് വേണ്ട. നമുക്കിത് വേണ്ട. ഇത് നമുക്ക് ഭാവി നല്ല പണി തരും. നീ ലഹരി കാരണം ജയിലിലാവും. നീ കരൾ രോഗം വന്ന് കിടപ്പിലാവും. ഞാൻ രക്ഷപ്പെടാതെ ഒരു കുടീനമാകും. ഞാൻ എൻ്റെ നെഞ്ചത്തൊട്ട് പറയുക, നമുക്കിത് വേണ്ട. നമുക്ക് ഈ ലഹരി ഒന്നും വേണ്ടടാ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ വിശിഷ്ടാതിഥി ഇതാ എത്തിച്ചേരുകയാണ്. ഇതാ കടന്നു വരുന്നു. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡാ വിമലേ, ഇതെന്റെ സുഹൃത്താ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. സാറേ, ഒരു സെൽഫി എടുത്തട്ടെ. എന്നെ പുച്ഛിച്ചവർ എൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ വേണ്ടി വരും. ഇന്ന് ഈ സ്നേഹത്തിനൊപ്പം നടക്കുമ്പോൾ ഞാൻ ഏറെ സന്തോഷത്തിലാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, എങ്ങനെ ഇരുന്നതാ എൻ്റെ ജീവിതം. എന്നെ തള്ളി പറഞ്ഞവർ പോലും ഇപ്പോൾ എന്നെ ചേർത്ത് നിർത്തുന്നു. ഒരൊറ്റ തെറ്റ് തിരുത്തിയപ്പോഴേക്കും എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. എൻ്റെ വേണ്ടപ്പെട്ടവരെ എനിക്ക് തിരിച്ചു കിട്ടി. ആ ഒരു തെറ്റിരുത്തലിലൂടെ എനിക്ക് ലഭിച്ചത് എനിക്ക് നഷ്ടമായ എൻ്റെ സൗഹൃദങ്ങളെ കൂടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതം കൂടിയാണ്.
നിഷ്കളങ്ക ബാല്യമേ, ഈ സന്തോഷം എന്നും നിലനിൽക്കാൻ ലഹരി എന്ന കെണിയിൽ വീഴരുതേ.